നമസ്കാരം. എൻ്റെ പേര് ബാലു എന്നാണ്. ബാലു എസ് നായർ എന്നാണ് പേര്. ഒരു 2006 ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കലാഭവൻ ഷാജോൺ ഡയറക്ട് ചെയ്തൊരു സീരിയലിലൂടെ അഭിനയിച്ച് വന്നതാണ്. ഇപ്പോൾ ഒരു 10-18 വർഷമാകുന്നു അത് അങ്ങനെ പോകുന്നു. സീരിയൽസ്, വെബ് സീരീസ്, ഷോർട്ട് ഫിലിംസ്, ആൽബംസ്, കവർ സോങ്സ്, അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനെ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സിനിമയിലും പിന്നണിയിലും നമ്മൾ പല രീതിയിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സിനിമയുടെ സാരഥിയായിട്ട്, ഒരു ഡയറക്ടറായിട്ട് ഞാൻ ഫസ്റ്റാണ് ഇപ്പം ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അതെൻ്റെ ഡെബ്യൂ മൂവിയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ ഒപ്പം ഇത്രയും ആളുകളും എൻ്റെ ടീമും കൂടെ ഉണ്ടെന്ന് പറയുന്നതിന് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, എൻ്റെ മെന്റർ കലാഭവൻ ഷാജോണാണ്, ഞാൻ പറഞ്ഞതുപോലെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ മെത്തേഡ് കണ്ടിട്ടാണ് എനിക്കും ഡയറക്ടറാണെന്ന് തോന്നിയത്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ടീം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിന് നിങ്ങളോടൊപ്പം തന്നെ, നിങ്ങളിപ്പം ഇത്രയും വലിയൊരു കലാമിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇതുപോലൊരു പ്രസ് മീറ്റ് കവർ ചെയ്യാൻ എത്തിയ നിങ്ങളോടും എൻ്റെ ടീമിനോടും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഞാനാണ് ഈ സിനിമയുടെ തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്യുന്നത്. ബാലു എന്നാണ് എൻ്റെ പേര്. ഞാനൊരു ആക്ടറും കൂടാണ്. ഞാനിതിലും ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇതിലെ മറ്റ് മേഖലകളിൽ നിൽക്കുന്നവരെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് TJ സുമിത് ആണ്. ഇതാണ് TJ സുമിത്. അദ്ദേഹത്തിൻ്റെയും മലയാളത്തിലെ ഡെബ്യൂ മൂവിയാണ്. ആദ്യമായി അദ്ദേഹം മലയാളത്തിൽ എന്താ പറയുക നായകരണം ചെയ്യാവുന്ന സിനിമ നമ്മുടെ സിനിമയാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഡിഫറെന്റ് മോഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എങ്കിലും നമ്മൾ കണ്ട് പരിചിതമായ ഒരു ജോണർ അല്ല ഇതിൽ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റൽ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ഒരുപാട് പുതുമുഖങ്ങൾ ഇതിലുണ്ടെങ്കിലും മേജറായി വരുന്ന ഒരു 3 നായകന്മാർ ഈ സിനിമയിലുണ്ട്. അത് പുതുമുഖങ്ങളാണ് അവർ 3 പേരും. അവരെ ഞാൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവർ മാത്രമല്ല, ഇതല്ലാതെ നായകന്മാർ വേറെയുണ്ട്. കഥ തന്നെയാണ് ഹീറോ. എപ്പോഴും ലെജൻസ് പറയുന്ന പോലെ സ്റ്റോറി തന്നെയാണ് ഇതിലും ഹീറോ. ബട്ട് എൻ്റെ 3 നായകന്മാരെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 3 നായകന്മാരെ കൂടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ഒന്ന്, ഇവർ 3 പേരും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെയാണ്. ഞങ്ങളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഓർഡറിൽ തുടങ്ങാം. അതല്ലാതെ വേറൊരു ഓർഡറൊന്നും ഇതില്. സക്കറിയ ചേട്ടൻ, സക്കറിയ, ജോർജ് സിയൻ, ദേവി പ്രസാദ്. ഇവർ 3 ഈ സിനിമയിലെ സുപ്രധാനമായ 3 വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ അത്രയും തന്നെ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതും ഒരു പുതുമുഖമാണ്. ഞാൻ പ്രസന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ജലീൽ ബ്രോ, ടിപ്ടോപ്പ് ജലീൽ. ഞങ്ങളുടെ നിർമ്മാതാവായിട്ടുള്ള അരുണിനെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അരുണിന്റെയും ഫസ്റ്റ് മൂവിയാണ് ആസ് എൻ ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ. ഇതിനു മുമ്പ് പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും നമ്മുടെ സിനിമയിലൂടെയാണ് അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറായിട്ട് എത്തുന്നത്. ഇതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആർട്ടിസ്റ്റ് വേണം. ഒരു മലയാളി ഫേസ് ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചു കാലമായിട്ട് എൻ്റെ ഫ്രണ്ട് ആയിരുന്ന, നമുക്ക് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ ദുൽഖറിൻ്റെയൊക്കെ കാർവാനിലെല്ലാം നല്ലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള, ബോളിവുഡിൽ ഇപ്പം അത്യാവശ്യം തിരക്ക് കൂടി വരുന്ന ഡോണ മുൻഷി. ഷീസ് ഓൾസോ പാർട്ട് ഓഫ് എ ഫിലിം. വെൽക്കം ഡോണ. ആൻഡ് ദെൻ ഞങ്ങളുടെ ടീമിൽ കുറച്ചധികം കാലമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച് പോകുന്ന ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനായിട്ട്, പ്രായം കൊണ്ടല്ല കേട്ടോ, ഒരു ബഹുമാനം കൊണ്ട് പറയാണ്, ഞാൻ ഏറെ എന്താ പറയുക ആദരിക്കുന്ന ഒരു കലാകാരനുണ്ട് ഇവിടെ, RLV രാമകൃഷ്ണൻ. ഇവരൊന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിയാം. എന്നാലും നമ്മൾ ഈ ഒരു ഒഫീഷ്യലി ഇങ്ങനെ പരിപാടി എടുക്കുമ്പോൾ ഞാൻ പറയാമല്ലോ. പിന്നെ ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു നായിക കോൺസെപ്റ്റ് അല്ല എങ്കിൽ പോലും ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വേഷം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ബ്രദറായിട്ടുള്ള റോക്കിയാണ്. റോക്കിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ സിനിമയുടെ പ്രോജക്ട് ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആയിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ നിന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്ന
എൻ്റെ രാജൻ ചേട്ടൻ, രാജൻ മാസ്റ്ററിനെ ഞാൻ വേദിയിലേക്ക്